ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്ക് കിട്ടിയിരിക്കണത് എന്താണെന്നറിയോ? തിലോപ്പിയ ആണ് കേട്ടോ. അപ്പോൾ തിലാപ്പിയ അങ്ങനെ പല പേരുകളിലുണ്ട് കേട്ടോ ഈ മീൻ. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് കിട്ടിയത് നല്ല ചെത്തി ക്ലീനാക്കിയാണ് കൊണ്ടുപോകുന്നത് കേട്ടോ. നമുക്ക് തലയും വയറൊക്കെ മാത്രം ഫ്രഷ് ക്ലീനാക്കിയാൽ മാത്രം മതിയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനതെല്ലാം ക്ലീനാക്കി എല്ലാം എടുത്ത് കേട്ടോ, മുറിച്ച് കഷ്ണങ്ങളാക്കി. അപ്പോൾ വരഞ്ഞ് എടുത്ത് കേട്ടോ. അപ്പോൾ അതേ ഞങ്ങൾ വറുക്കാനായിട്ട് റെഡിയാക്കണേ കേട്ടോ. ഒന്ന് വെറൈറ്റി ആയിട്ട് റെഡിയാക്കിയാലോ എന്നുള്ള ഇതാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനെല്ലാം വറുക്കാൻ വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പും മുളക് പൊടിയും ഇത്തിരി ഫിഷ് മസാലയും ഒക്കെ കൂടി ഇട്ട് നല്ലോണം അങ്ങോട്ട് പെരട്ടി അത് വറുക്കാനായിട്ട് പെരട്ടി വെച്ചു കേട്ടോ. ഇത് ഫിഷ് മസാല കേട്ടോ, മോഡിക്കാറിലെ ഫിഷ് മസാല. അപ്പം ഞാനത് ചില കറികളിലൊക്കെ വറുക്കാനും വറുത്തരച്ച് വെക്കുമ്പോഴൊക്കെ ഞാൻ ഇടാറുണ്ട് കേട്ടോ. അപ്പം നല്ല ടേസ്റ്റാണ് ആ മസാല കേട്ടോ. അങ്ങനെ മുളക് പൊടിയും ഒക്കെ ഇട്ട് ഇത്തിരി നാരങ്ങാനീരും ഒഴിച്ച് അങ്ങനെ നല്ലോണം അത് പെരട്ടിയൊക്കെ വെച്ചു കേട്ടോ. അങ്ങനെ അത് റെസ്റ്റ് ചെയ്യാൻ കുറച്ച് നേരം അത് എല്ലാം പിടിക്കാൻ വേണ്ടിയിട്ട് നല്ലോണം എടുത്ത് വെച്ചു കേട്ടോ. അത് കഴിഞ്ഞ് കുറച്ച് ഉള്ളിയും സവാളയും ഒക്കെ കൂടി റെഡിയാക്കിയൊക്കെ വെച്ചു. അപ്പോൾ ഇതിന് ഇത്തിരി വേറെ മസാല ചാറ് അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇത്തിരി മസാല കൂടുതൽ വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ എല്ലാം റെഡിയാക്കി വെച്ചേക്കണം കേട്ടോ. എല്ലാം അരിഞ്ഞൊക്കെ വെച്ചു, തക്കാളി എടുത്ത് വെച്ചു. അതേ നമ്മുടെ സ്പെഷ്യൽ ഐറ്റമായിട്ട് എന്താണെന്നറിയാമോ? വാഴയില കേട്ടോ. നമുക്ക് വാഴയില ഇല്ല, ഞാൻ അപ്പുറത്തെ പറമ്പിൽ നിന്ന് പറിച്ചാണ് കേട്ടോ അത്. അങ്ങനെ വാഴയില എടുത്തത് പൊള്ളിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മീനൊക്കെ എല്ലാം വറുത്തൊക്കെ വെച്ചു കേട്ടോ. ആ വറുത്ത് വെച്ച് എല്ലാം റെഡിയാക്കി. അത് കഴിഞ്ഞ് മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് ചട്ടിയിൽ സവാളയും ഒക്കെ ഇട്ട് പച്ചമുളകും എല്ലാം അരിഞ്ഞൊക്കെ എല്ലാം റെഡിയാക്കി ഉപ്പും ഒക്കെ കൂടി ഇട്ട് വഴറ്റാനായിട്ട് വെച്ചു കേട്ടോ. അങ്ങനെ അപ്പോൾ അതിൻ്റെ ഇടയിൽ മമ്മി എടുക്ക് എന്നും പറഞ്ഞ ഒരാൾ വന്നേക്കണേ കേട്ടോ. അപ്പോൾ ഇടക്കിടക്ക് ഉള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാൻ എടുത്ത് അത് കഴിഞ്ഞപ്പോൾ തക്കാളിയും കൂടി ഇട്ട് നല്ലോണം അങ്ങോട്ട് വഴറ്റി കേട്ടോ. നല്ലോണം വഴറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഒരു ആ പച്ച ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അത് കാരണം നല്ലോണം വഴറ്റി മസാലയൊക്കെ റെഡിയാക്കി കേട്ടോ. മസാല റെഡിയാക്കിയതിൻ്റെ അകത്തായിട്ട് ഓരോന്ന് മീൻ വറുത്തതും ഒക്കെ കൂടി എടുത്ത് വെച്ചേക്കണം കേട്ടോ. അത് കഴിഞ്ഞ് വാഴയിലയിൽ പൊതിഞ്ഞ് എല്ലാം ഒന്നുകൂടി സെറ്റാക്കാനായിട്ടൊക്കെ എടുത്ത് വെച്ചു കേട്ടോ. അങ്ങനെ അതിൻ്റെ അപ്പുറത്ത് എൽസിയമ്മയുടെ ചെമ്മീൻ ഉലത്തിയതും വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാം റെഡിയായി. ഓക്കെ, ബൈ ബൈ, സീ യു, ടാറ്റാ.